സനാതനധർമ്മം ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം കൂട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സ്വന്തം ആത്മാവിൽ വിശ്വാസം ഇല്ലാത്തവന് ആരിൽ ആണ് വിശ്വാസം വരിക? ആത്മാവ് സർവശക്തമാണ്. ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം എന്ന് ഉപനിഷത്ത് ഋഷി ഉദ്ഘോഷിക്കുന്നുണ്ട്. അന്തരാത്മാവിൻ്റെ ശക്തി അനന്തമാണ്. ജ്ഞാന പ്രകാശമാണ് ഏവരുടെയും സ്വരൂപം. ആ നിരാമയമായ പ്രകാശം നിർഭയത്വത്തിൻ്റെ സ്വരൂപമാണ്. നിർഭയമാണ് ആത്മാവ്. ആ ആത്മാവിൽ അഭേദമായി തീരുന്നവന് പ്രപഞ്ചസ്വരൂപം ബ്രഹ്മമാണ്. നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുന്ന ആ അനിർവചനീയമായ ആത്മ അനുഭൂതി അവാച്യമാണ്. മാനവജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് മാത്രമാണ്. ഞാൻ ആദ്യന്തരഹിതനായ ബോധപ്രകാശമാണ് എന്ന സ്വാനുഭവം ഗുരുകൃപയിലൂടെ ലഭ്യമാകുമ്പോൾ ഞാനും നീയും എന്ന ഭേദമില്ലാതെ ഏകമായിരിക്കുന്ന ആ അനന്ത ചൈതന്യത്തിൽ അഭേദമായി തീരും. അത് അനന്തമായ കരുത്താണ്. നിർഭയത്വം തന്നെയാണ് ഉപനിഷത്ത് ഋഷിയുടെ മുദ്രാവാക്യം. എത്ര വിശ്വം ഭവത്യേകനീടം എന്ന യജുർവേദ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുമാറ് ഏവർക്കും ആ പരസ്പര സാഹോദര്യവും സ്നേഹവും സമത്വവും അന്തർജ്ഞാനത്തിൻ്റെ വിശുദ്ധിയിൽ സാധ്യമാക്കാവുന്ന ഏകദർശനമാണ് സനാതന ധർമ്മം. അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതിന് മുന്നോടിയായി ഏവരുടെയും ഹൃദയത്തിൽ അഹം ബ്രഹ്മ എന്ന അനുഭവത്തിന് ഉതകത്തക്ക രീതിയിൽ ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അനുഷ്ഠാന പദ്ധതികൾ നിതരാം പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.